സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ അഭിപ്രായത്തിനും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്രധാനമായിട്ട് ഇന്നത്തെ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് നിഫ്റ്റിയൊക്കെ ഇന്ന് ഒരു മൂന്നാമത്തെ ദിവസവും ഒരു ഗ്രീനിൽ തന്നെ അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും വൊളാറ്റിലിറ്റി അതേപോലെ തുടരുന്നുണ്ടെങ്കിലും മാർക്കറ്റ് ഒരു ഗ്രീനിലേക്ക് കയറി വരുന്നുണ്ട്. നോക്കാം വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല എങ്കിൽ കൂടി BSEയിൽ നടക്കുന്ന ട്രേഡുകളിൽ 4-ൽ എന്താ പറയുക, ഒരു ഭാഗം ക്ലിയർലി മൊബൈലിൽ തന്നെയാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ലൊരു ഭാഗം എന്ന് പറഞ്ഞാൽ നല്ലൊരു പെർസെൻറ്റേജും ട്രേഡുകൾ മൊബൈലിൽ മാത്രമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇത്. ദെൻ ഭാരതി എയർടെൽ Q4 പ്രോഫിറ്റ് 31% ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത്. 8 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാൻകൈൻഡ് ഫാർമ ഇന്ന് 4.5% ആ സ്റ്റോക്ക് പറന്ന് കയറിപ്പോയിട്ടുണ്ട്. കാരണം അത് മറ്റൊരു കമ്പനിയെ അക്വയർ ചെയ്യുന്നുണ്ട് എന്നൊരു ന്യൂസ് വന്നതോടുകൂടിയാണ് ഇതുപോലെ സ്റ്റോക്ക് കയറിപ്പോയിരിക്കുന്നത്. ശ്രീ സിമെൻറ്റിൻ്റെ Q4 നെറ്റ് പ്രോഫിറ്റ് 28% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 55 രൂപയുടെ ഡിവിഡൻഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. BASF ഇന്ത്യ അതിൻ്റെ Q4 നെറ്റ് പ്രോഫിറ്റ് 96% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സീമെൻസിൻ്റെ Q4 നെറ്റ് പ്രോഫിറ്റ് 70% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മറ്റൊരു ന്യൂസ് കൊണ്ട് സീമെൻസ് ഇന്ത്യ അവരുടെ എനർജി സെക്ടർ സെപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിമേർജ് ചെയ്യുന്നതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. അപ്പോൾ സീമെൻസ് ഒരു ഹൈലൈറ്റാണ്. ദെൻ ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ഇന്ന് 3.37% ഹയസ്റ്റ് ഒരു ഗ്രോത്താണ് ഇന്ന് ഉണ്ടാക്കിയത്. കാരണം രാവിലത്തെ ന്യൂസ് ശ്രദ്ധിച്ചവർക്കറിയാം, ONDC നെറ്റ്വർക്കിൽ അവർ ജോയിൻ ചെയ്തതോടുകൂടി ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ കയറി. 52 വീക്സ് ഒരു വർഷത്തെ ഹൈ ആണ് ഇപ്പോൾ ഹിറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ മാൻകൈൻഡ് ഫാർമ 3.14% ഒരു ഗ്രോത്താണ് ഇന്ന് ഉണ്ടാക്കിയത്. കാരണം CNBC TV18 റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഭാരത് സെറം ആൻഡ് വാക്സിൻസ് എന്നുള്ള കമ്പനിയെ അവർ അക്വയർ ചെയ്യാൻ പോവാണ്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. കരൂർ വൈശ്യ ബാങ്ക് ഇന്ന് 3.61% ഒരു ഗ്രോത്താണ് രേഖപ്പെടുത്തിയത്. Q4 റിസൾട്ട് വളരെ സ്റ്റഡി പെർഫോമൻസ് രേഖപ്പെടുത്തിയതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു മുന്നേറ്റം കിട്ടിയത്. ജിന്ദാൽ സ്റ്റീൽ ആൻഡ് പവർ ഇന്ന് 4.31% ഒരു ഗ്രോത്ത് രേഖപ്പെടുത്തി. Q4 റിസൾട്ടിനോടനുബന്ധിച്ച് തന്നെയാണ് ഇതും. ഇത്തോസ് ഇന്ന് 4.86% ഒരു ഗ്രോത്താണ് രേഖപ്പെടുത്തിയത്. ഈ കഴിഞ്ഞ Q4 റിസൾട്ട് പ്രതീക്ഷക്കൊത്ത് ഉയർന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവ്മെൻ്റ് ഉണ്ടായത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ന് 11.7% ഒരു പോക്കാണ് പോയത്. രാവിലെ ഞാൻ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇൻട്രാഡേ സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്യാമോ എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ഈ വായിക്കുന്ന വാർത്തകളിൽ, രാവിലെ ഞാൻ വായിക്കുന്ന വാർത്തകളിലുള്ള സ്റ്റോക്കുകൾ തന്നെയാണ് ഇൻട്രാഡേക്ക് ഏറ്റവും മികച്ചത്. അതേ റിപ്പോർട്ട് തന്നെയാണ് ഞാൻ വൈകുന്നേരം വായിക്കുന്ന രാവിലെ ഞാൻ പറഞ്ഞ സ്റ്റോക്കുകളിൽ വൈകുന്നേരത്തേക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത്. സോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് ഒത്തിരി പേര് ബാക്ക് ടു ബാക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള മറുപടി, ഈ ന്യൂസിൽ പറയുന്ന സ്റ്റോക്കുകൾ മാത്രം നിങ്ങൾ ഓരോ ദിവസവും ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് 11.7% ഒരു ഗ്രോത്താണ് ഉണ്ടാക്കി. ഒരു യൂറോപ്യൻ ക്ലയൻറ്റിൽ നിന്ന് അവർക്ക് വലിയൊരു ഓർഡർ വന്നിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ ഹാൽ ഇന്ന് 4% ഒരു ഗ്രോത്താണ് ഉണ്ടാക്കിയത്. 52 വീക്സ്, അതായത് ഒരു വർഷത്തെ ഹൈ ആണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അനലിസ്റ്റുകൾ ഒരു ബൈ കോൾ കൊടുത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഭാരതി ഹെക്സാകോം Q4 റിസൾട്ട് നെറ്റ് പ്രോഫിറ്റിൽ 10% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. PVR ഐനോക്സ് 130 കോടി രൂപയുടെ നഷ്ടമാണ് Q4 ഉണ്ടാക്കിയിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് അവർ കാരണം പറഞ്ഞിരിക്കുന്നത് ബോളിവുഡ് സിനിമകളെല്ലാം തന്നെ അണ്ടർ പെർഫോമിംഗ് ആണ്, പ്രതീക്ഷ നിലവാരത്തിനൊത്ത് ഉയർന്നില്ല എന്നുള്ളത്. അപ്പോൾ ബോളിവുഡിൽ ഇറങ്ങുന്ന സിനിമകളുടെ അവസ്ഥകൾ ആലോചിച്ചാൽ അറിയാം നമുക്ക്. കാരണം അത്രയും നല്ല ഒരു അഭിനയമോ കാര്യങ്ങളോ ഒന്നും അല്ല അതിനകത്ത് വരുന്നത്. അപൂർവം സിനിമകൾ നല്ലത് വരുന്നുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ്. ദെൻ കരൂർ വൈശ്യ ബാങ്കിൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു 3%
ആണ് ഇന്ന് Q4 റിസൾട്ടിനോടനുബന്ധിച്ച് 3% ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫോറിൻ ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ FPI എന്നൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാർ അവർ ഒന്നുകിൽ അവരുടെ ഇന്ത്യയിലുള്ള നിക്ഷേപം പിൻവലിക്കുന്നു, അല്ലെങ്കിൽ അവരതിനൊരു ഹെഡ്ജിങ് പൊസിഷൻ എടുത്തിടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രതിഭാസം. കാരണം ഇന്ത്യയിൽ ഇലക്ഷനോടനുബന്ധിച്ച് വന്നിരിക്കുന്ന ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിച്ചതിൽ നിന്നും പല വ്യത്യസ്ത വാർത്തകളും വരുന്നതോടുകൂടി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഫോറിൻ ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് അവരുടെ തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള നിക്ഷേപം പിൻവലിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഹെഡ്ജ് ചെയ്തിട്ട് സുരക്ഷിതമാക്കുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ഒരു വാർത്ത തന്നെയാണത്. കാരണം നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല ഇന്ത്യക്ക് പുറത്തു നിന്നുകൊണ്ട് ഇന്ത്യയെ നിരീക്ഷിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ചിത്രം. അതുതന്നെയാണ് എൻ്റെ കാര്യം. RVNL ഇന്ന് 7% ഒരു ഗ്രോത്താണ് ഉണ്ടാക്കിയത്. കാരണം 239 കോടിയുടെ ഒരു സദേൺ റെയിൽവേയുടെ ഒരു പ്രൊജക്റ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതോടുകൂടി RVNL കയറിപ്പോയിട്ടുണ്ട്. ദെൻ JSPL ഷെയർസ് ഇന്ന് 4% വർധനവ് രേഖപ്പെടുത്തിയത്. കാരണം ഒന്നുമില്ല, അനലിസ്റ്റുകൾ അതിനൊരു ബൈക്കോൾ കൊടുത്തത് തന്നെയാണ് സംഭവം. പിന്നെ WPI ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ന് വന്നത്, അതായത് അത് 1.26% ആണ്. അത് ഏപ്രിലിൽ അത് 0.53% ആയിരുന്നു. ഇപ്പോൾ അത് ഏപ്രിൽ ഡാറ്റയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന് മുൻപത്തെ മാസം 0.53 ആയിരുന്നു. ഏപ്രിലിൽ 1.26 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദെൻ ഡൊമസ്റ്റിക് പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് ഇന്നാണ് അതിൻ്റെ ഡാറ്റ വന്നത്. രാവിലത്തെ ന്യൂസ് ശ്രദ്ധിച്ചവർക്കറിയാം, ഗ്ലോബൽ ഈവൻറ്റുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൊമസ്റ്റിക് പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് 1.3% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീറാം ഫിനാൻസ് അവരുടെ കമ്പനിയുടെ ശ്രീറാം ഹൗസിംഗ് ഫിനാൻസ് ഒരു ഇൻ്റർനാഷണൽ കമ്പനിക്ക് വിൽക്കാൻ പോവാണ് അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാൻ പോവുകയാണ്. അതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. DLF എന്താ പറയുക 61.5% ഒരു ഗ്രോത്താണ് Q4 ഉണ്ടാക്കിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റുള്ള ഒരു ഗ്രോത്താണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള ഒരു ന്യൂസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഡോ ജോൺസ്, അതായത് US മാർക്കറ്റിലെ ഡോ ജോൺസ് 81 പോയിന്റ് റെഡിലാണ്. S&P 500 ബ്രേക്ക് ഇവനായി നിൽക്കുകയാണ്. നെസ്ഡാക്ക് 47 പോയിന്റ്സ് ഗ്രീനിലാണ്. യൂറോപ്യൻ മാർക്കറ്റിലാണ് നോക്കുകയാണെങ്കിൽ FTSE 75 പോയിന്റ് ഗ്രീനിലാണ്. CAC 4 പോയിന്റ് ഗ്രീനിലാണ്. DAX 39 പോയിന്റ് റെഡിലാണ്. ഏഷ്യൻ മാർക്കറ്റിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് 22,333 19 പോയിന്റ് ഗ്രീനിലാണ്. ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് തന്നെയാണ് അത് കാണിക്കുന്നത്. നിക്കി 176 പോയിന്റ് ഗ്രീനിലാണ്. ഹാങ്സങ് 41 പോയിന്റ് റെഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 8 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ 189 പോയിന്റ്, അഥവാ 0.85% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കൊടുത്തത്. ഇന്ന് ഓപ്പണായി 22,113 നിന്ന് 104 പോയിന്റ് ലാഭത്തിൽ 22,218 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ക്ലോസിംഗ് കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ മൂവ്മെൻറ്റിൻ്റെ സൂചനയാണ് നൽകുന്നത്. നിഫ്റ്റി 50ലുള്ള 50 സ്റ്റോക്കുകളിലും 30 സ്റ്റോക്കുകൾ ലാഭത്തിലും 20 സ്റ്റോക്കുകളിൽ നിന്ന് നഷ്ടത്തിൽ അവസാനിച്ചു. അദാനി എൻ്റർപ്രൈസസ്, M&M, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, ONGC ഇത്രയും സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും മുന്നേറ്റം നടത്തിയത്. അതേസമയത്ത് UPL, സിപ്ല, TCS, ടാറ്റ കൺസ്യൂമർ ഇത്രയും സ്റ്റോക്കുകൾ വലിയ രീതിയിൽ പിൻവലിയുകയും ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയിൽ കഴിഞ്ഞ 5 ദിവസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1.52% അഥവാ 344 പോയിന്റിൻ്റെ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മാസത്തിൽ മെയ് മാസത്തിൽ 350 പോയിന്റിൻ്റെ അഥവാ 1.55% നഷ്ടമാണ് നിഫ്റ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 1.94% കുറയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലോസിംഗ് 20.2 നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ CPR ആയിരുന്നു. കൂടാതെ പ്രൈസ് ആക്ഷൻ ഇന്ന് അതിനെ ക്രോസ് ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. 3 ദിവസം മാത്രമേ ക്രോസിംഗ് ഇല്ലാതെ സാധാരണ പോകാറുള്ളൂ. അപ്പോൾ ഏത് സൈഡിലാണുള്ളത്, താഴെയാണുള്ളതെങ്കിൽ 3 ദിവസം തന്നെ കണ്ടിന്യൂസ്ലി ഫോളോ വരും. പിന്നീട് ഒരു പുൾ ബാക്ക് എടുത്തിട്ട് നോട്ട് റേറ്റ് സോണിലേക്ക് ടച്ച് ചെയ്യാൻ അല്ലെങ്കിൽ CPRലേക്ക് ടച്ച് ചെയ്യുന്ന ഒരു പ്രതിഭാസം കാണാറുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം എടുത്ത് പറയുന്നത്. ദെൻ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 47,749 ഓപ്പണായിട്ട് 110 പോയിന്റ് ലാഭം ഉണ്ടാക്കി 47,859 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 21,248 ഇന്ന് രാവിലെ ഓപ്പണായി 7 പോയിന്റ് ലാഭത്തിൽ 21,255 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 72,697 ഓപ്പണായിട്ട് 407 പോയിന്റ് ലാഭത്തോടു കൂടി 73,105 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 11,115 ഓപ്പണായിട്ട് 17 പോയിന്റ് ലാഭത്തിൽ 17,133 ക്ലോസ് ചെയ്തു.
ഇനി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $78.88 വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ 78.71 ആയിരുന്നു. ഗോൾഡ് റേറ്റ് ഇന്ന് വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട്. $2352 ഇന്നത്തെ ഗോൾഡ് റേറ്റ്. USD/INR റേറ്റ് മാറ്റമില്ലാതെ 83 രൂപ 52 പൈസയാണ് ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും റിലീസായിട്ടില്ല. സോ നമുക്ക് നാളെ രാവിലത്തേക്ക് അത് മാറ്റിവെക്കാം. പ്രധാനപ്പെട്ട സെക്ടറുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ ഇന്ന് 2.77% ഹയസ്റ്റ് പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ഫാർമ, നിഫ്റ്റി FMCG ഇത് രണ്ടും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓട്ടോബീസ് ഇന്ന് 1.41% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. ETF സെക്ടറിൽ ഫാർമ ബീസും IT ബീസും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ അദാനി എൻ്റർപ്രൈസസ് ഇന്ന് 5.4% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ UPL 4.33% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദാനി എൻ്റർപ്രൈസസ്, വേദാന്ത ലിമിറ്റഡ്, ജിന്ദാൽ സ്റ്റീൽ, M&M, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, TVS മോട്ടോഴ്സ്, ONGC, പഞ്ചാബ് നാഷണൽ ബാങ്ക്, അശോക് ലൈലാൻഡ്, LT, JSW സ്റ്റീൽ, എംഫസിസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ UPL, സിപ്ല, ചോല ഫിനാൻസ്, ഇൻപെട്രോ, TCS, ഓറോ ഫാർമ, ടാറ്റ കൺസ്യൂമർ, നെസ്ലെ ഇന്ത്യ, ആക്സിസ് ബാങ്ക്, മുത്തൂറ്റ് ഫിനാൻസ്, ICICI ബാങ്ക്, ഡോക്ടർ റെഡ്ഡി ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും ക്ലോസ് ചെയ്തു. 1736 സ്റ്റോക്കുകളാണ് ഇന്ന് NSEയിൽ ലാഭത്തിൽ അവസാനിച്ചിരിക്കുന്നത്. അതേസമയത്ത് 535 സ്റ്റോക്കുകൾ നഷ്ടത്തിലും അവസാനിച്ചിട്ടുണ്ട്. നിഫ്റ്റിയുടെ PCR 0.88 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു എന്താ പറയുക സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. 22,218 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 94 പോയിന്റ് മുകളിലായിട്ട് 22,312 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ പ്രൈസ് കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു റിവേഴ്സലിൻ്റെ സൂചനയാണ് നമുക്ക് നൽകുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിൽ റൈറ്റ് ചെയ്തിരിക്കുന്നത് 22,500 70 ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് 22,000 72 ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. പുട്ടാണ് കൂടുതൽ റൈറ്റ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.79 വന്നിരിക്കുന്നു. ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. 47,859 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 216 പോയിന്റ് മുകളിലായിട്ട് 48,074 ഇവിടെ ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നടത്തിയിരിക്കുന്നത് 48,000 42 ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് 47,500 27 ലക്ഷം മാത്രമാണ്. കോൾ റൈറ്റിംഗ് ആണ് ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ കൂടുതലായി നടന്നിരിക്കുന്നത്. നാളെ റിസൾട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഡിക്സൺ ടെക്നോളജീസ്, അസാഹി ഇന്ത്യ, ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി, കോസ്മോ ഫസ്റ്റ്, CMS ഇൻഫോ സിസ്റ്റംസ്, SR, ഡീപ്പ് ഇൻഡസ്ട്രീസ്, CSL ഫിനാൻസ്, ഭാരത് സീറ്റ്, ഡെൽട്ടോൺ കേബിൾസ്, ധ്രുവ് കൺസൾട്ടൻസി സർവീസസ്, ABC ഗ്യാസ് ഇന്റർനാഷണൽ, ജിന്ദാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് നാളെ. ഇത്രയല്ല, ഏകദേശം 150ഓളം കമ്പനികളുണ്ട്. പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയ കമ്പനികളുടെ മാത്രമാണ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. നാളെ വരാനുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ USA API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, ഇന്ത്യ പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ്, യൂറോ ഏരിയ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഫ്രാൻസ് ഇൻഫ്ലേഷൻ, റഷ്യ ഇത്രയും ഇവൻറ്റുകളാണ് നാളത്തേക്കായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഞങ്ങളുടെ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് 18 ട്രേഡിൽ നിന്നും 1:1.32 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 0.87% അഥവാ 5,226 രൂപയുടെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തത്. നിഫ്റ്റിയിൽ 1% പ്രോഫിറ്റാണ്. ബാങ്ക് നിഫ്റ്റിയിൽ 0.8% പ്രോഫിറ്റാണ്. ഫിൻ നിഫ്റ്റിയിൽ ഇന്ന് 6% ലോസാണ്. ഡയറക്റ്റ് ബാക്ക് ടു ബാക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുകയായിരുന്നതിൽ. ദെൻ മിഡ് ക്യാപ്പിൽ 1.1% പ്രോഫിറ്റാണ്. സെൻസെക്സിൽ 2.6% പ്രോഫിറ്റാണ്. സ്റ്റോക്ക് ഓപ്ഷൻസിൽ 5.4% പ്രോഫിറ്റാണ്. മന്ത്ലി നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതുവരെയായിട്ട് 30% ഒരു പ്രോഫിറ്റിലാണ് എത്തി നിൽക്കുന്നത്. 219 ട്രേഡുകളാണ് ഇതിനായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. നോക്കാൻ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് പെർഫോമൻസ് മാറുന്നത് എന്നുള്ളത്. ദെൻ ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ രാവിലെ പ്രതീക്ഷിച്ചതുപോലെ ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പ് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, പ്രതീക്ഷിച്ച രീതിയിലുള്ള വലിയൊരു അപ്പ് മൂവ്മെൻ്റ് ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇവിടെ 14-ാം തീയതി ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ഒരൊറ്റ ലൈനിൽ അതങ്ങ് പോയി എന്ന് തന്നെ പറയാം. അതായത് ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയാണ് കിട്ടിയത്. മൂവ്മെൻറ്റോ ഡൗൺ മൂവ്മെൻറ്റോ ഒന്നും വന്നില്ല. അതായത് ഒറ്റ ലൈനിൽ ഇവിടെ ഇന്ന് കൺസൾട്ടേഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞ ആ ഒരു സോണിൽ തന്നെ മാർക്കറ്റ് കിടന്ന് കളിച്ച് അവിടെ തീർന്നു എന്നല്ലാതെ താഴോട്ട് ഒരു ലെവല് ടോപ്പ് CPRലേക്ക് വന്നിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ വന്നിട്ടുണ്ട്. ബട്ട് അതൊന്നും തന്നെ ഒരു പ്രോഫിറ്റാക്കി മാറ്റാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നില്ല.
സോ ആ ഒരു കൺസോൾട്ടേഷനിൽ അതങ്ങനെ പോയി. ഇന്നത്തെ ഒരു ദിവസം ട്രേഡേഴ്സിന് നഷ്ടം നൽകിക്കൊണ്ട് ഫിൻ നിഫ്റ്റി എക്സ്പയർ ആയിരിക്കുന്നു. ഇനി നമുക്ക് മൊത്തത്തിൽ മാർക്കറ്റിൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ബാക്ക് ടു ബാക്ക് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഒരു അപ്പ് മൂവ്മെൻറ്റ് തന്നിരിക്കുന്നത്. ഇപ്പോൾ സെൻട്രൽ CPR മന്ത്ലി ലെവലിലുള്ള സെൻട്രൽ CPR പോയി ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് റിജക്ഷനാണ് വന്നിട്ടുള്ളത്. സോ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരികയാണെങ്കിൽ വളരെ മികച്ച ഒരു മുന്നേറ്റം വരും. 22,435 കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ ക്ലോസിംഗ് കിട്ടുന്നത് വരും മാർക്കറ്റ് ബുള്ളിഷായി എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. അതേപോലെ സെൻസെക്സിലാണെങ്കിൽ പോലും സെൻസെക്സ് ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ബേസിൽ വന്ന് സപ്പോർട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ട് അവിടെ ബോട്ടം CPR നിൽക്കുന്നത്. കയറി വരണം ശരിക്കും പവർഫുള്ളായിട്ട്. മിഡ് ക്യാപ്പിൽ ഇന്നൊരു എന്താ പറയുക, ഒരു പക്ഷേ നോക്കാം, നാളത്തെ കഴിഞ്ഞ മാസത്തെ ഹൈയിൽ ടച്ച് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഒരു മുകളിലോട്ട് ഒരു ഗ്രീൻ മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ബുള്ളിഷ് ആവും. അല്ലെങ്കിൽ ഇവിടുന്ന് ഫർദർ ഫോൾ അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആയിരിക്കും ഫർദർ നമുക്ക് കിട്ടാൻ പോകുന്നത്. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഇന്ന് ഒരു സെക്കൻഡ് ഡേ ആണ്. ബോട്ടം CPR മന്ത്ലി ഉള്ള ബോട്ടം CPR ഇപ്പോൾ കിടക്കുന്നത്. ഇനി ഇവിടുന്ന് കയറി വരുമോ നോക്കാം. നോട്ട് ട്രേഡ് സോൺ കട്ട് ചെയ്യാനുണ്ട്, അത് കട്ട് ചെയ്തിട്ട് വേണം. ബാങ്ക് എക്സ് അതേപോലെ തന്നെയാണ്. ഫിൻ നിഫ്റ്റിയിലാണെങ്കിൽ ഇന്നൊരു ഡോജിയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഒരു ഏതെങ്കിലും ഒരു സൈഡിലോട്ടുള്ള ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റ് കൺഫേം ചെയ്യട്ടെ, അതുവരെ നമുക്ക് കാത്തിരിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാം. ഈ ചാനൽ ട്രേഡേഴ്സ് അരീന ഇതുവരെയായിട്ട് 10,600 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ദെൻ 1,163 പേരാണ് കഴിഞ്ഞ വീഡിയോ ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റ് വീഡിയോ കണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കമൻറ്റ് നോക്കുകയാണെങ്കിൽ പ്രോലിഫിക് പ്ലീസ് എക്സ്പ്ലെയിൻ ദ SL ഡ്യൂറിങ് ഹൈ വീക്സ്. ഐ മൈറ്റ് ഹാവ് മിസ്ഡ് യുവർ പ്രീവിയസ് വീഡിയോസ്. ഷുവർ ഐ ഡു ദാറ്റ്. ആൻഡ് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം, വരുന്ന ശനിയാഴ്ചത്തേക്ക് റെക്കോർഡ് ചെയ്തിട്ടേക്കാം. ദെൻ താങ്ക് യു, വെരി ഇൻഫോർമേറ്റീവ്. ആൻഡ് ഇവിടെ നല്ല ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഇതാരാണ്? മനു ജോർജ്. കുറച്ച് പൈസ എപ്പോഴും കയ്യിൽ വെക്കണം എന്ന് തോന്നിപ്പോകുന്നു. മാർക്കറ്റ് ഇടിയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കയ്യിൽ പൈസ ഇല്ല, ഉള്ളത് മുഴുവൻ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു റോളിങ്ങിനുള്ള എന്തെങ്കിലും ഒരു ഫണ്ട് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. നോർമലി എന്താ പറയുക, പലരും ആരും അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കാറില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ കമ്പനീസൊക്കെ ആണെങ്കിൽ മാത്രമേ കൃത്യമായ മണി മാനേജ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവുള്ളൂ. നമ്മൾ പേഴ്സണലി ചെയ്യുമ്പോൾ നമ്മൾ പറ്റുന്നത്രയും സ്റ്റോക്ക് ഇങ്ങനെ ഇടിയുന്നോ പറന്നു പോകുന്നൊന്നും പ്രതീക്ഷിക്കാതെ പരമാവധി കാശ് അങ്ങോട്ട് തള്ളിക്കൊടുക്കും. ചില സമയത്ത് ഇതിപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, കാശില്ലെങ്കിൽ തിരിച്ചു കയറി വന്നോളും. സർ, വീഡിയോ സമയം 10 മിനിറ്റിൽ കൂടാതെ നോക്കുന്നതാണ് അഭികാമ്യം. എല്ലാവരും രാവിലെ തിരക്കിലായിരിക്കും. തീർച്ചയായിട്ടും. ഇതാരും ജയചന്ദ്രൻ. താങ്ക് യു വെരി മച്ച് ജയചന്ദ്രൻ. ആൻഡ് ഇന്ത്യൻ ടാറ്റ ഇത്രയും താഴെ പോയതിന് വേറെ കാരണം കാണില്ലേ? JLR മാത്രം. സത്യം പറഞ്ഞാൽ ഞാനും അത് കുറേ തപ്പി നടന്നതാണ്. പിന്നെ ടാറ്റയുടെ ഒരു രീതി വെച്ചിട്ട്, ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു രീതി വെച്ചിട്ട് Q4 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഹ്യൂജ് പ്രോഫിറ്റ് നോർമലി ഉണ്ടാവാറുണ്ട്. എല്ലാ സമയത്തും നിങ്ങൾ ഹിസ്റ്ററി ഇതുവരെ എടുത്ത് നോക്കിക്കോ, അവിടെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കാറുണ്ട്. സോ അത് തന്നെയാണ് ഇപ്രാവശ്യം നടന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന JLRൻ്റെ കാരണം ഒരു കാരണം മാത്രമാണ്, അല്ലാതെ അത് മാത്രമാണ് അതിൻ്റെ കാരണം എന്ന് പറയാൻ പറ്റില്ല. നോർമലി ടാറ്റ മോട്ടോഴ്സിൽ കണ്ടുവരുന്ന ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ഇതിൽ നടന്നിരിക്കുന്നത്. ഇന്നത്തെ മോർണിംഗിലുള്ള റിപ്പോർട്ട് കണ്ടിരിക്കുന്നത് എത്ര പേര്? 631 പേരാണ് ഇത് കണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കമൻറ്റുകൾ എന്ന് പറയുന്നതാണ് ജസ്ലു ഹാരിസ്. ടൈം ഷോർട്ട് ചെയ്യാൻ വേണ്ടി നിഫ്റ്റിയുടെ ചാർട്ട് അനാലിസിസ് ചെയ്യുന്നത് ഒഴിവാക്കൽ. ഇല്ല, ഒരിക്കലും അങ്ങനെയില്ല. ഞാൻ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സെഗ്മെൻറ്റുകളൊന്നും തന്നെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊന്നും ആഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ടൈം സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യില്ല. എല്ലാവരും ഇവിടെ ഫിറോസ് ഭായ് നിങ്ങളെല്ലാം ഓക്കെ ആയി തിരിച്ചു വന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ എന്താ പറയുക, ഷാജഹാൻ, ഈ ബോയ്, ഹരികൃഷ്ണൻ, ട്രാവൽ മലയാളം, അശോക് സർ, വിജയകുമാർ തെറ്റിക്കാട്ടിൽ, NRE ഇലക്ട്രിക്, ഓക്കെ, മുത്തുയാമ, ദെൻ രജീഷ് TV, പ്രബീത് വ്ളോഗ്, ഓക്കെ, ജസ്ലു ഹാരിസ്, അംസു നാലകത്ത്. ഇതിനകത്ത് എല്ലാം നല്ല കേട്ട് പരിചയമുള്ള പേരുകളാണ്, സ്ഥിരം വായിക്കുന്ന പേരുകളാണ്. അനസ് കെ, ദെൻ നാസിറുദ്ദീൻ, ഇത് അബ്ദുള്ള NK. എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് രാവിലെ കാണാം. രാവിലത്തെ ന്യൂസിൽ ഞാൻ പറയുന്ന സ്റ്റോക്കുകൾ നിങ്ങൾ അന്നേ ദിവസം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിനകത്ത് ഹ്യൂജ് പ്രോഫിറ്റ് വരാനുള്ള സാധ്യത. ചിലത് ഷോർട്ടായിരിക്കും, ചിലത് ലോങ് ആയിരിക്കും. അത് നിങ്ങൾ മാർക്കറ്റിൻ്റെ സമയത്ത് തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് രാവിലെ കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.